നമസ്കാരം, ഞാൻ കിളിയൂർ രജത്ത്. ഈ പരിപാടിയിൽ ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് കണ്ടള എന്ന പ്രദേശത്തെക്കുറിച്ചാണ്. തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട താലൂക്കിൽ മാറനെല്ലൂർ പഞ്ചായത്തിൽ കണ്ടള എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നു. ആദ്യമായി കണ്ടള എന്ന പേര് എങ്ങനെ കിട്ടി എന്ന് പരിശോധിക്കാം. കണ്ടള ഒരു കാലത്ത് മാറനെല്ലൂരിൻ്റെ പൊതുനാമമായിരുന്നു. പിന്നീടത് ഒരു ദേശനാമമായി ചുരുങ്ങുകയായിരുന്നു. കണ്ടറയിൽ നിന്നാണ് കണ്ടള എന്ന സ്ഥലനാമം ഉണ്ടായതെന്നാണ് ഒരു വാദം. കണ്ടറ എന്നാൽ ശാസ്താക്ഷേത്രം. ശാസ്താക്ഷേത്രം സമ്മാനിച്ചതാണ് കണ്ടള എന്ന സ്ഥലനാമമെന്നാണ് ഒരു വാദം. അതായത് ശാസ്താംകോവിൽ കണ്ടറയും പിന്നെ കണ്ടളയുമായി പരിണമിച്ചു. ഇവിടെ രണ്ട് പ്രധാന ശാസ്താക്ഷേത്രങ്ങളുണ്ട്. കരിങ്ങൽ കണ്ടൻ ശാസ്താക്ഷേത്രവും അരുവിക്കര ആദിശാസ്താക്ഷേത്രവും. ചിന്മുദ്ര രൂപത്തിൽ ശബരിമല ഭാവത്തിലാണ് കരിങ്ങലിലെ ശാസ്താപ്രതിഷ്ഠ. പൂർണ്ണ പുഷ്കള സമേതം ആദിശാസ്താവ് അരുവിക്കരയിൽ കുടികൊള്ളുന്നു. ശിവപാർവതിക്കും മഹാവിഷ്ണുവിനും തുല്യ പ്രാധാന്യമുള്ള ക്ഷേത്രം. ക്ഷേത്രനിർമ്മിതി ഗജപൃഷ്ഠ രൂപത്തിലുമാണ്. അതിപ്രാചീനമായ ക്ഷേത്രമാണിത്. ഇവിടെ നെയ്യാർ തെക്ക് വടക്കായി ഒഴുകുന്നു എന്നൊരു പ്രത്യേകതയുമുണ്ട്. കണ്ടളന്ന സ്ഥലം കണ്ടളയായി എന്നാണ് മറ്റൊരു പക്ഷം. ഇവിടെ ഒരു പ്രാചീന നായർ തറവാടുണ്ട്. ഇവർക്ക് കുറച്ചധികം ഭൂമി രാജാവ് കണ്ടളന്ന് നൽകുകയുണ്ടായി. അങ്ങനെ കണ്ടളന്ന് നൽകിയ സ്ഥലം കണ്ടള എന്ന സ്ഥലനാമത്തിൽ അറിയപ്പെട്ടു എന്നാണ് മറ്റൊരു വാദം. കണ്ടളന്ന കണ്ടം കണ്ടളപ്പറ്റ് 600 ഏക്കർ എന്നാണ് പഴയ കണക്ക്. എന്തായാലും ഇവിടെ വേറെയും ഇറയിലി കണ്ടങ്ങളുണ്ട്. ഇറയങ്കോട്, റാക്കണ്ടവിളാകം, ആനമൺ തുടങ്ങിയ സ്ഥലനാമങ്ങൾ ഇതിന് മതിയായ തെളിവാണ്. ഇതിൽ കണ്ടളന്ന സ്ഥലം കണ്ടളയായി എന്ന വാദം തന്നെയായിരിക്കണം കൂടുതൽ ശരി. വിദ്യാഭ്യാസ അവകാശത്തിനായി അയ്യങ്കാളി നയിച്ച ഊരുട്ടമ്പലം സമരം കണ്ടള ലഹള എന്നറിയപ്പെടാനുള്ള കാരണം കണ്ടള എന്ന സ്ഥലനാമം അന്ന് ഈ പ്രദേശത്തിൻ്റെ പൊതുനാമമായിരുന്നു എന്നതിന് മതിയായ ഉദാഹരണമാണ്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അയ്യങ്കാളി ഉന്നയിച്ച പരാതികൾ പരിഹരിക്കുന്നതിനായി സർക്കാർ നിയോഗിച്ച മജിസ്ട്രേറ്റ് നാഗപ്പൻ പിള്ള കണ്ടള കുടുംബാംഗമാണ്. നാഗപ്പൻ പിള്ളയെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി തന്നെയാണ് അയ്യങ്കാളി നാഗപ്പൻ പിള്ളയുടെ നാട്ടിൽ നിന്നും സമരം ആരംഭിച്ചത്. ആയന്മാരുടെ ഭരണകാലത്ത് ഈ പ്രദേശം അവരുടെ തന്ത്രപ്രധാനമായ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പടയോട്ടങ്ങൾക്ക് പലതിനും കണ്ടളയ്ക്ക് സാക്ഷ്യം വഹിക്കേണ്ടതായും വന്നിട്ടുണ്ട്. പിൽക്കാലത്ത് കേന്ദ്രീകൃത ഭരണങ്ങൾ ദുർബലപ്പെടുകയും ഫ്യൂഡൽ ഭരണവ്യവസ്ഥ ശക്തിപ്പെടുകയും ചെയ്തപ്പോൾ കണ്ടളയും നാടുവാഴി ഭരണത്തിൽ ചെന്നുപെട്ടു. പെരുമനത്തമ്പുരാനും കൊറ്റമ്പള്ളി തമ്പ്രാക്കന്മാരുമൊക്കെ അടക്കി വാണിടം. ഇവർക്കൊപ്പം പാളെടുത്ത മാടമ്പിമാരുമുണ്ട്. ഈ ചരിത്രം ഇനിയും എഴുതാനിരിക്കുന്നതേയുള്ളൂ. കാട്ടാക്കട താലൂക്കിൽ ആദ്യം മുസ്ലിം കുടിയേറ്റമുണ്ടായ പ്രദേശവും കണ്ടളയാണ്. വിഴിഞ്ഞം കയറ്റുമതി ലക്ഷ്യമിട്ട് വാണിജ്യ ആവശ്യങ്ങൾക്കായാണ് കുറേ മുസ്ലിങ്ങൾ ഇവിടെ എത്തിയത്. അറേബ്യയിൽ നിന്നും മതപ്രചരണത്തിനെത്തിയ ഷെയ്ഖുന ഷെയ്ഖുൽ മിഷായിഖ്, സയ്യദ് മുഹമ്മദ് മാഹീൻ, അബൂബക്കർ ഒലിയുള്ള ഹനീഫ തങ്ങൾ എന്നീ സഞ്ചാരികളുടെ ഖബർ കണ്ടള അരുമാനൂർ പള്ളിയിലുണ്ട്. 8-ാം ശതകം വരെ അധപ്പതനം എന്തെന്നറിയാത്ത വിഭാഗമായിരുന്നു സാംബവർ എന്നാണ് ചരിത്രകാരന്മാരുടെ പക്ഷം. എന്നാൽ അതിനുശേഷവും സാംബവർക്ക് ഉന്നത സ്ഥാനം ലഭിച്ചിരുന്നു എന്നതിനുള്ള തെളിവ് കണ്ടളയിലുണ്ട്. ഇതിനടുത്ത് കൈനിക്കരയിൽ ചില സാംബവ പ്രഭുക്കന്മാർ താമസിച്ചിരുന്നതായി പഴയകാല രേഖകൾ വ്യക്തമാക്കുന്നു.